എന്തായാലും ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആ ക്രെയിൻ ഉപയോഗിച്ച് ആ ടിപ്പർ ലോറി അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാകാൻ പോകുന്നൊരു സമയം കൂടിയാണ്. വൈകുന്നേരം ആയിക്കഴിഞ്ഞു. അപ്പോൾ കൂടുതൽ ട്രാഫിക് ഉണ്ടാകുന്ന സമയമാണ്. അതിനുള്ളിൽ തന്നെ അവിടെ ഈ ടിപ്പർ ലോറി എടുത്ത് മാറ്റിയില്ലെങ്കിൽ ആ പാലത്തിലും അതിനപ്പുറത്തുള്ള അപ്രോച്ച് റോഡിലും ഒക്കെ വലിയ ഗതാഗത കുരുക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ആ ടിപ്പർ ലോറിയെ മാറ്റാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോറി പൂർണ്ണമായി എടുത്തു മാറ്റുന്നതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ലോറി പൂർണ്ണമായി റോഡിലേക്ക് വരികയാണ്. ആ അപകട സാധ്യതയിൽ നിന്നൊക്കെ മാറി ലോറി പൂർണ്ണമായും ഈ റോട്ടിലേക്ക് എത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് ആശങ്കയൊഴിയുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഡീസൽ ടാങ്കിലടക്കം ചെറിയ ലീക്കുണ്ട്. പക്ഷേ അതൊന്നും അത്ര ആശങ്കപ്പെടേണ്ട കാര്യങ്ങൾ ഇല്ല. നേരത്തെ തന്നെ ഫയർഫോഴ്സ് അതിനു വേണ്ടിയിട്ടുള്ള മുൻകരുതൽ സ്വീകരിച്ചിട്ടുണ്ട്. ലോറിയുടെ മുൻവശം അതിപ്പോൾ പതിയെ തിരിച്ച് നേരെ റോഡിലേക്ക് ആക്കുകയാണ്. ടയറൊക്കെ പൂർണ്ണമായും പൊട്ടിപ്പോയിട്ടുണ്ട്. അത് പൂർണ്ണമായും ലോറി പൂർണ്ണമായും തിരിച്ച് ഫ്രണ്ടിലേക്ക് ആക്കുകയാണ്. 12 മണിയോടുകൂടി സംഭവിച്ച അപകടമാണ്. ഏകദേശം 4:30 ആകുമ്പോഴാണ്, 4 മണിയോടുകൂടിയാണ് ഇതിൻ്റെ രക്ഷാപ്രവർത്തനം, റെസ്ക്യൂ ഓപ്പറേഷനൊക്കെ ആരംഭിച്ചത്. അത് ഏകദേശം ഒരു 20 മിനിറ്റോടുകൂടി തന്നെ പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഒരു ടയർ മാത്രമാണ് ആ പാലത്തിൻ്റെ എഡ്ജിലുള്ളത്, അതായത് ആ ഫുട്പാത്തിലുള്ളത്. അത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റുക എന്നുള്ള നടപടി മാത്രമാണുള്ളത്. ഇപ്പോൾ തന്നെ